ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഒന്ന് ചിന്തിച്ചാലോ? അങ്ങനെ അറിയാൻ പാടില്ലാത്തവരുണ്ട്. കഴിഞ്ഞ ദിവസം വന്നൊരു ഡൗട്ടാണ്, എൻ്റെ മകൻ ബിടെക് കഴിഞ്ഞു, പക്ഷേ ആ എൻട്രൻസ് എക്സാം എഴുതണമെങ്കിൽ മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം. അപ്പൊ ഞാൻ എൻ്റെ മകനെ ബിടെക്കിന് ശേഷം ഏത് കോഴ്സ് പഠിപ്പിച്ചാൽ അവൻ ആ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം? ഇവിടെ നാം മനസ്സിലാക്കേണ്ട സിമ്പിളായ കാര്യം, പ്ലസ് 2 കഴിഞ്ഞാൽ കോഴ്സുകളെ UG അണ്ടർ ഗ്രാജുവേറ്റ്, PG പോസ്റ്റ് ഗ്രാജുവേറ്റ്, PhD ഇങ്ങനെയൊക്കെ നമുക്ക് തിരിക്കാം. ഇതിൽ UG പ്രോഗ്രാമാണ് ബിടെക് എന്ന് പറയുന്നത്, ബാച്ചിലർ ഇൻ ടെക്നോളജി. ഈ സെഗ്മെന്റ് വരുന്ന ഡിഗ്രി കോഴ്സുകളാണ് BSCയും BAയും BBAയും BCAയും ഒക്കെ കോഴ്സുകൾ. ഇനി ഇതിന്റെ ഒക്കെ ഹയർ ലെവലിലേക്ക് മാസ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ അതെന്താവും? PG പ്രോഗ്രാംസ് ആവും. അതുകൊണ്ടാണ് മാസ്റ്റേഴ്സിനോടൊപ്പം MSc എന്നും MA, MTech, MBA, MCA ഇതേപോലാണ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PG പ്രോഗ്രാമുകൾ പോവുക. ഇനി ഇതും കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷന് റിസർച്ച് മേഖലയിലേക്ക് ഡോക്ടറേറ്റ് ലെവലിലേക്ക് പോകുമ്പോഴാണ് PhD ഡെസിഗ്നേഷൻസിലേക്ക് അതൊക്കെ നാം എത്തുക. 4 വർഷത്തെ ബിടെക് കോഴ്സ് എന്ന് പറയുന്നത് ഡിഗ്രി കോഴ്സാണ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഡിഗ്രി വെച്ചിട്ടുള്ള എല്ലാ എലിജിബിലിറ്റി എൻട്രൻസ് പരീക്ഷകളും അപ്ലൈ ചെയ്യാം. അതിലൂടെയുള്ള ജോബ് പ്രൊഫൈലിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാം. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.